ഒരു മോയ്സ്ചറൈസർ ആണ്. അടുത്തൊരു പെർഫ്യൂം ആണ്. ഇതിന്റെ പെർഫ്യൂം യൂസ് ചെയ്താൽ നല്ല രസമല്ലേ, ഒരു കൂളിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ ഒരു രസമാണ്. ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് അന്ന. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. അൺബോക്സിംഗ് എന്ന് പറയാൻ പറ്റില്ല, ഓൾറെഡി ഞാൻ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ വാങ്ങിയ കുറച്ച് പ്രോഡക്ട്സ് അതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ വാങ്ങിയത് സ്മിട്ടൺ ആപ്പിൽ നിന്നാണ്. അപ്പോൾ അതിന്ന് ഞാൻ വാങ്ങിയ കുറച്ച് പ്രോഡക്ട്സും പിന്നെ എനിക്ക് കുറച്ച് ഫ്രീ ഗിഫ്റ്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. സോ അതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, ഇതാണ് ബോക്സ്. ഓക്കെ, വലിയ ബോക്സാണ്. ഇത് ഞാൻ വാങ്ങിയിട്ട് കുറച്ചായി, പക്ഷെ ഇപ്പോഴാണ് ഞാനിതൊന്ന് എന്താ പറയുക ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ എല്ലാം ബോക്സിലാക്കി വെച്ചതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ പ്രോഡക്ട്സ് നോക്കാം. എന്തൊക്കെയാണ് ഞാൻ ഇതിൽ വാങ്ങിയതെന്ന് പറയാം. ഓക്കെ, സ്മിട്ടൺ ആപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, അതിൽ നമുക്ക് ഓരോ പ്രോഡക്ട്സ് ട്രയൽ ചെയ്യാൻ കഴിയും. ഞാൻ അങ്ങനെ വാങ്ങിയ പ്രോഡക്ട്സ് ആണ് ഇത്. ഓക്കെ, യൂസ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടല്ല, ഞാൻ കുറേ ഓരോ പ്രോഡക്ട്സ് എങ്ങനെ ഉണ്ടാവും യൂസ് ചെയ്തിട്ടെന്നൊന്ന് അറിയാനും ഒക്കെ വേണ്ടിയിട്ട് വാങ്ങിയാണ്. അതുകൊണ്ട് ചെറിയ ക്വാണ്ടിറ്റിയാണ് എല്ലാം ഉള്ളത്. ഓക്കെ, ചെറിയ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഓരോ പ്രോഡക്ട്സ് കിട്ടിയത്. ഞാൻ അവിടെ വാങ്ങിയത് കാഫറിൻ, അതുപോലത്തെ മാമാഅർത്ത്, അങ്ങനെ പ്ലം പോലത്തെ ബ്രാൻഡിൻ്റെ ഒക്കെയാണ് ഞാൻ പ്രോഡക്ട്സ് സെലക്ട് ചെയ്തത്. അതിൽ മെയിനായിട്ട് അതൊക്കെയാണ് ഉള്ളത്. പിന്നെ എക്കോളജിക്ക അങ്ങനത്തെ ഒക്കെയാണ് ഉള്ളത്. ഓക്കെ, അപ്പം നമുക്ക് നേരെ ഓരോ പ്രോഡക്റ്റ് റിവ്യൂയിലേക്ക് പോവാം. സോ ഇതിൽ ചിലതൊക്കെ ഞാൻ ഓൾറെഡി യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസം ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ദിവസമായി സംഭവം എത്തിയിട്ടെന്ന്, അറൗണ്ട് ഒരു മാസം ആയിണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് ഓക്കെ ഈ ഒരു ഫേസ് വാഷാണ്. കാഫറിൻ്റെ ഒരു ഫേസ് വാഷാണ്, കോഫി ഫേസ് വാഷ്. ഇത് നല്ലൊരു അടിപൊളിയാണ്. അതായത് ഇതിൻ്റെ സ്മെല്ല്, എനിക്ക് കോഫി ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇതിൻ്റെ സ്മെൽ അടിപൊളിയാണ്. ഓക്കെ, അതൊക്കെ ഭയങ്കര ഇഷ്ടമായി. പിന്നെ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് വെച്ചാൽ കുഴപ്പമില്ല, ഒരു ഫേസ് വാഷ് അത്രേ ഉള്ളൂ. പിന്നെ അത് സ്മോൾ ക്വാണ്ടിറ്റി ആണ് കേട്ടോ, ചെറിയൊരു ഇത്രേ ഉള്ളൂ, വളരെ കുറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ച് ടൈമിലേക്ക് നമുക്ക് യൂസ് ചെയ്യാനുള്ളതേ ഉള്ളൂ. കാരണം ഇത് ട്രയൽ പ്രോഡക്റ്റ്സ് ആണ്, അതിൻ്റെ ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, കാഫറിൻ കോഫി ലൈറ്റ് ഫേസ് വാഷ്. ഓക്കെ, പിന്നെ വരുന്നത് പ്ലമ്മിൻ്റെ ഒരു സൺസ്ക്രീനാണ്. ഓക്കെ, പ്ലമ്മിൻ്റെ ഒരു സൺസ്ക്രീനാണ്. ജസ്റ്റ് കാണിച്ചാൽ ഇത് SPF 35 ആണ്, പിന്നെ PA+++ ആണ്. അപ്പോൾ SPF 35നേക്കാൾ നമുക്ക് ഏറ്റവും ബെറ്റർ എന്താ വെച്ചാൽ SPF 50, മിനിമം SPF 50 ഉള്ളതാണ് യൂസ് ചെയ്യേണ്ടത്. ഇത് ജസ്റ്റ് ഞാൻ ട്രയൽ പ്രോഡക്ട്സ് ആയിക്കോട്ട് വാങ്ങിയതേ ഉള്ളൂ. ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ എന്ന് വെച്ചാൽ അക്വോളജിക്കാൻ്റെ SPF 15 PA+++ ആണ്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞത് ഗ്രീൻ ടീ ഡേ ലൈറ്റ് സൺസ്ക്രീൻ ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാൻ കഴിഞ്ഞത്. ഇത് ഭയങ്കര തിക്കൊന്നുമല്ല, ജസ്റ്റ് പെട്ടെന്ന് ഓക്കെ ഇത്രയേ ഉള്ളൂ. അങ്ങനെ വൈറ്റ് കാസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ട്രയൽ പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതൊരു 1-2 തവണ യൂസ് ചെയ്യാനുള്ള സാധനമുള്ളൂ. കാരണം നമ്മൾ സൺസ്ക്രീൻ എന്ന് പറയുന്നത് 2 ഫിംഗറോ 3 ഫിംഗറോ ആയിട്ട് നമ്മൾ എന്തായാലും യൂസ് ചെയ്യണം. കാരണം അല്ലാതെ ജസ്റ്റ് തൊട്ട് ഇതാക്കിയിട്ടൊന്നും കാര്യമില്ല. കാരണം നമ്മളെ മുഖത്തിന് ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നമ്മൾ കരിവാളിച്ചെടുക്കുന്ന ടാനും കാര്യങ്ങളൊക്കെ ആക്കാൻ എന്താ പറയുക ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. സോ ഇതെന്ന് പറഞ്ഞാൽ ഒരു 2 തവണ മാക്സിമം 2 തവണ യൂസ് ചെയ്യാനുള്ള സാധനമുള്ളൂ. പക്ഷേ ഞാൻ അങ്ങനെ യൂസ് ചെയ്യില്ല, കാരണം അത് SPF 35 ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ സൺസ്ക്രീൻ വാങ്ങുമ്പോൾ SPF 15 PA+++ വാങ്ങുക. അതുപോലെ തന്നെ എന്താ പറയുക, നിങ്ങളുടെ സ്കിൻ ടൂണിന് പറ്റിയത് നോക്കിയിട്ട് വാങ്ങുക. ഓക്കെ, നെക്സ്റ്റ് പ്രോഡക്റ്റിലേക്ക് നോക്കാം. ഒരു അതിൻ്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ ഒന്നും എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് ഒരു കോഫി ബീൻ കാഫറൈൻ അണ്ടർ ഐ ക്രീമാണ്. ഇത് ഞാൻ യൂസ് ചെയ്തിരുന്നു. ഇതിൻ്റെ കുറച്ചേ ഉള്ളൂ, ഉണ്ടോ, കുറച്ചേ ഉള്ളൂ ഇതിൻ്റെ കൺസിസ്റ്റൻസി വെച്ചാൽ. പക്ഷേ ഇതെന്താ അറിയോ, ഇത് ഞാൻ യൂസ് ചെയ്തിരുന്നു. ഇത് നമ്മൾ അണ്ടർ ഐയിൽ ഇവിടെ ഇങ്ങനെ തേക്കുമ്പോൾ നല്ലൊരു കൂളിംഗ് ആണ്, നല്ലൊരു റിലാക്സ് ആണ്, എല്ലാമാണ്. അവിടെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റാണ്. ഒരു നല്ലൊരു നമുക്കൊരു കൂളിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ ഒരു രസമാണ്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റാണ്, ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ,
അപ്പം അതാണ് നമ്മളെ മൂന്നാമത്തെ പ്രോഡക്റ്റ് എന്ന് വെച്ചത്. ഇനി അടുത്ത പ്രോഡക്റ്റ് പറഞ്ഞാൽ ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റ് ആണ്. ഇത് പൊതുവേ നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. അതായത് ലിപ്പും ഇപ്പോൾ ഗേൾസിനായാലും ഇപ്പോൾ എന്താ പറയുക ബ്ലഷും ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ ലിപ്സ്റ്റിക്ക് എന്ന് പറയാൻ പറ്റില്ല. ഇതൊരു എന്താ പറയുക ലിപ്പ് ആൻഡ് ടിൻറ്റ് ജസ്റ്റ് ഒരു നാച്ചുറൽ ഫിനിഷ് കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ ഒരു ലിപ്പ് ആൻഡ് ചീക്ക് ടിൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തൊരു പെർഫ്യൂമാണ്. ഇതിൻ്റെ പെർഫ്യൂം ദ ബ്ലഷ് പെർഫ്യൂമിൻ 8 ml ഉള്ള ഒരു പെർഫ്യൂമാണ്. ഇത് ഞാൻ അത്ര യൂസ് ചെയ്തില്ല, അതുകൊണ്ടാണ് ഇതിൽ ബാക്കിയും ഇങ്ങനെ കിടക്കുന്നത്. ഒരു അടിപൊളി കുഴപ്പമില്ലാത്തൊരു സ്മെല്ലാണ്. ഞാൻ അതിൽ കണ്ടപ്പോൾ ജസ്റ്റ് യൂസ് ചെയ്താൽ നല്ലൊരു സ്മെല്ലാണ്. എന്താ ചെറിയൊരു പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വേണമെങ്കിൽ നമുക്കിതിൽ നിറയ്ക്കാൻ കഴിയുമോ വേറെ ഏതെങ്കിലും പ്രോഡക്റ്റ്? ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിത് പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു പെർഫ്യൂമാണ്. അടിപൊളിയാണ്, കാണാൻ തന്നെ ഒരു നല്ലൊരു ക്യൂട്ട്. കാരണം നമ്മൾ കയ്യിൻ്റെതാ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇത് അടിപൊളിയാണ്. സോ ഇതാണ് ഇപ്പം എത്ര പ്രോഡക്റ്റ് ആയി? 1 2 3 4 5. ഓക്കെ, 5 പ്രോഡക്റ്റ് ആയി. ഇനി അടുത്തെന്ന് വെച്ചാൽ ഡോട്ട് ആൻഡ് കീൻ്റെ ഒരു മോയ്സ്ചറൈസർ ആണ്. നോക്കാം, ക്യൂട്ട് ഇതിലാണ് കണ്ടോ, നല്ലൊരു ക്യൂട്ട് ബോക്സിലാണ് ഇത് ഇട്ടത്. നല്ല അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതൊരു ബോക്സിങ് നല്ല ഭംഗിയുണ്ട്. ജസ്റ്റ് ഉള്ളത്തെ ഇത് തുറക്കുക. ഒരു യെല്ലോ, ഇതിൻ്റെ ഒരു 4-5 വെറൈറ്റീസ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിൻ്റെ സ്മെല്ല് അടിപൊളി, ഒരു ഫ്രൂട്ടിൻ്റെ സ്മെല്ല്. ഇതാണ് ഈ മോയ്സ്ചറൈസർ. എന്നാൽ ഒരു ഓക്കെയാണ്. വിറ്റാമിൻ C പ്ലസ് ഈ സൂപ്പർ ബ്രൈറ്റ് മോയ്സ്ചറൈസർ ആണ്. 15 ml ആണ് ഉള്ളത്. ഇത് കുഴപ്പമില്ലാതെ ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്യുന്നതാണ്. ഞാൻ അധികം നിവ്യേൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യല്. ഇത് ഞാൻ ഇടയ്ക്ക് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. എന്നാലും സംഭവം സെറ്റാണ്, അടിപൊളിയാണ്. ഓക്കെ ഗൈസ്, ഓക്കെ. അടുത്ത പ്രോഡക്റ്റ് വെച്ചാൽ ഒരു മാമാഅർത്തിൻ്റെ മിൽക്കി സോഫ്റ്റ് ബോഡി ലോഷൻ ഫോർ ബേബീസ് ആണ്. ഓക്കെ, ബേബീസിൻ്റെതാണ്, നമുക്ക് പറ്റിയല്ല. പക്ഷെ ഞാൻ അതിലെന്ന് വെച്ചാൽ ഞാൻ പറയാം ലാസ്റ്റിലേക്ക് എങ്ങനെയാണ് ഞാൻ ഈ പ്രോഡക്റ്റ്സ് വാങ്ങിയ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. സോ അങ്ങനെ വാങ്ങിയതാണ്. ഇതൊരു ബേബി മോയ്സ്ചറൈസർ ആണ് വിത്ത് ഓട്സ് മിൽക്ക് ആൻഡ് കലണ്ടൂല എന്താ എനിക്കറിയില്ല. ഓക്കെ, 24 hours മോയ്സ്ചറൈസർ ആണ്. പിന്നെ എന്താ സർട്ടിഫൈഡ് ടോക്സിക് ഫ്രീ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് ജസ്റ്റ് നമുക്ക് ഓപ്പൺ ആയിട്ട് നോക്കാം. ഭയങ്കര ക്രീമി ടെക്സ്ചറാണ് ഗൈസ്. ബേബീസൊക്കെ പറ്റിയതാണ്, നമ്മളെ ഉള്ള ഒരു ഇതില്ല. ഓക്കെ, പിന്നെ ഞാൻ കണ്ടപ്പോൾ ജസ്റ്റ് വാങ്ങിയതേ ഉള്ളൂ. ഇതാണ് ആ മോയ്സ്ചറൈസർ. ഒക്കെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ എത്രണ്ണം 7 പ്രോഡക്ട്സ്. അപ്പോൾ 8ാമത്തെ പ്രോഡക്റ്റാണ് ഈ ഒരു മാമാഅർത്തിൻ്റെ ഒബ്റ്റൻ ഫേസ് വാഷ് വിത്ത് ടർമറിക് ആൻഡ് സാഫ്രോൺ. ഇത് നല്ലൊരു ഫോർ ടാൻ റിമൂവൽ. ഇത് ടാൻ റിമൂവലിൻ്റെ ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് വാഷാണ്. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ല. ഇതിൻ്റെ ഉള്ളിലൊരു സ്ക്രബിങ് പോലത്തെ ഒരു ഇതുണ്ട്, ഒരു ചെറിയ ഡോട്ട് ഒരു സാധനം ഉണ്ട്. സോ സ്ക്രബ് ചെയ്ത് നമുക്ക് നന്നായിട്ട് ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യാൻ കഴിയും. ഇതെനിക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റാണ്, ഞാൻ യൂസ് ചെയ്യലുണ്ട്. ഓക്കെ, ഇതൊരു അടിപൊളി പ്രോഡക്റ്റാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് സ്മിട്ടനിൽ കിട്ടിയ പ്രോഡക്ട്സ് വെച്ചാൽ. ഇത്രയും പ്രോഡക്ട്സ് എനിക്ക് എങ്ങനെ കിട്ടിയെച്ചാൽ അതിൽ നമുക്ക് അതിൽ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് പോയിന്റ്സ് കിട്ടും. അതായത് എനിക്ക് 6 points എങ്ങാനായിരുന്നു കിട്ടിയത്. അപ്പോൾ 6 points ഇതിൽ അധിക എണ്ണത്തിന് ഓരോന്നിനും ഞാൻ വേണം ജസ്റ്റ് ഇവിടെ സൈഡിൽ കാണിക്കാൻ എൻ്റെ സ്ക്രീൻഷോട്ട്. ഓരോന്നിനും ഓരോ പോയിന്റ്സ് ചെയ്ത് എനിക്ക് തോന്നുന്നു ഇതിനും ഒരു പോയിന്റ് ആയിരുന്നു, ഇതിനും ഒരു പോയിന്റ് ആയിരുന്നു, ഇതിന് അതുപോലെ തന്നെ ഫേസ് വാഷ് അങ്ങനത്തെ ഒരു പോയിന്റ് ആയിരുന്നു, ഇതിന് 2 points ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ എടുത്തത്. പക്ഷേ അതിന് ഒരു എമൗണ്ട് വരുന്നുണ്ട്. ഫ്രീ ട്രയൽ പ്രോഡക്ട്സ് ആണെങ്കിൽ പോലും ഒരു എമൗണ്ട് എനിക്ക് തോന്നുന്നു. ഞാൻ ഇത്ര പ്രോഡക്റ്റ് വാങ്ങിയപ്പോൾ എനിക്ക് 300 അടുത്ത് പൈസ ആയിട്ടുണ്ട്. പക്ഷേ വേണമെങ്കിൽ നമുക്ക് അപ്പോൾ എനിക്ക് എക്സ്ട്രാ ഒരു 12 points കൂടെ കിട്ടിയിരുന്നു.
6 പോയിന്റ്സും കൂടെ കിട്ടിയിരുന്നു. ടോട്ടൽ 12 പോയിന്റ്സ്. അങ്ങനെയായിരുന്നു ഞാൻ 300 അടുത്താണെന്നാണ് ഈ ഒരു പ്രോഡക്ട്സ് വാങ്ങിയത്. പക്ഷെ നമ്മൾ ജസ്റ്റ് എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് 6 പോയിന്റ്സ് തന്നെ നമുക്ക് വാങ്ങാം. അതിന് അറൗണ്ട് 200 ആ ഒരു റേഞ്ചിൽ നമുക്ക് എല്ലാ ചാർജും കൂടെ കൂട്ടിയിട്ട് നമുക്ക് വാങ്ങാൻ കഴിയും. പക്ഷെ ഞാൻ ഒന്നുകൂടെ എൻ്റെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ട് ഞാൻ 300 വാങ്ങിയതായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ഫ്രീ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അത് ഫ്രീ ഗിഫ്റ്റ് ഞാനിവിടെ ജസ്റ്റ് ഫോട്ടോ കയറ്റാം. പക്ഷെ എൻ്റെ അടുത്ത് കയ്യിൽ ഇപ്പം അതില്ല, അതെവിടെ ഒന്നുണ്ട്, കാണുന്നില്ല അതാട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് സ്മിട്ടൻ ആപ്പ് വഴി എനിക്ക് കിട്ടിയ പ്രോഡക്ട്സ്. ആ ഒരു ഫ്രീ ഗിഫ്റ്റ് എന്നാൽ ചെറിയൊരു പൗച്ച് മാത്രമാണ്. പിന്നെ ഒരു ബെനിഫിറ്റ്സ് എന്താ വെച്ചാൽ നമുക്ക് ജസ്റ്റ് എല്ലാം ട്രയൽ ചെയ്യാം. കാരണം എന്താ, വലിയൊരു സാധനം വാങ്ങുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ അല്ല അതിൻ്റെ മുന്നേ ഒരു ട്രയൽ പ്രോഡക്റ്റ് ചെറിയ മിനി പാക്ക് വാങ്ങി ഒന്ന് യൂസ് ചെയ്യുന്നത് നമ്മളെ സ്കിന്നിന് അത് പറ്റുമോ ഇല്ലേ അതൊക്കെ നോക്കിയിട്ട് നമ്മളൊരു ആവശ്യമാണല്ലോ. സോ എന്ത് വേണമെങ്കിൽ പിന്നെ ഒരു മിനി പാക്ക് വാങ്ങിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. കാരണം ഏറ്റവും വലിയ പ്രൈസ് റേഞ്ചിലേക്ക് പോകുന്നതിനേക്കാൾ ബെറ്റർ അല്ലേ ചെറുത് വാങ്ങിയിട്ട് അത് നമുക്ക് ഓക്കെ ആണെങ്കിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതങ്ങനെയാണ് കാര്യങ്ങൾ. സോ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവരും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. ഓക്കെ, ബൈ.